മഹേഷേട്ടന് പിള്ളേർക്ക് ഒരു ചമ്മന്തി ഉണ്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കണത് ഞാൻ കാണിച്ചു തരട്ടെ. ഉണക്ക നങ്കുമീൻ വെള്ളത്തിലിട്ട് ഉപ്പ് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക. കുറച്ച് ചുവന്നുള്ളി, ഒരു ചെറിയ സബോള, വറ്റൽമുളക് ചതച്ചെടുത്ത്, കറിവേപ്പില. ഇത്രയ്ക്കും കാര്യങ്ങളായി കഴിഞ്ഞ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഉണക്കമീൻ ഇട്ട് നന്നായി വറുത്ത് കോരി എടുക്കണം കേട്ടോ. ഞാൻ ഉണക്കമീൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത കാരണം ചതച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ചതച്ചെടുക്കാം, അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. നന്നായി വറുത്ത് കോരണം കേട്ടോ. നന്നായി മൊരിയണം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞ് അതിലേക്ക് ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ചുവന്നുള്ളി ചതച്ച് നമുക്ക് ചേർക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ ഒരു സബോള ഉണ്ടല്ലോ, ആ സബോള അരിഞ്ഞ് വെച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് അത് ഇളക്കി എടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഉണ്ടല്ലോ, അതൊരു 2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്തണത്. ഇതും കൂടി ആവുമ്പോൾ ശരിക്കും എരിവ് പാകത്തിനായിക്കോളും. പിന്നെ ഞാൻ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു ചെറിയ ഒരു പുളി കഷ്ണം എടുത്തിട്ട്, വാളംപുളി എടുത്തിട്ട് അതിൻ്റെ ചാറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മീനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് കേട്ടോ. കണ്ട, അടിപൊളി സംഭവമാണ്. എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു കറി മതി നമുക്ക് ഊണ് കഴിക്കാൻ കേട്ടോ. ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ചില മീനുകൾക്ക് നല്ല ഉപ്പുള്ള കാരണം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇതിലേക്ക് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കണില്ല കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്, മഹേഷന് ഇഷ്ടമാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ.